ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പത്സ് കേരള കോട്ടയം ജില്ലാ സമ്മേളനവും ഹോമിയോപ്പതി ഡോക്ടർമാർക്കുള്ള ഓട്ടോ ഇമ്മ്യൂൺ സെമിനാറും മന്ത്രി വി.എൻ. വാസവൻ ഉദ്ഘാടനം ചെയ്തു. കേരളീയരുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഹോമിയോപ്പതി ചികിത്സാ രീതി വലിയ സ്വാധീനം ചെലുത്തിക്കഴിഞ്ഞതായി മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. ജപ്പാൻ ജ്വരത്തെയും ചിക്കൻ ഗുനിയെയും പടിക്ക് പുറത്തു നിർത്തുവാൻ ഹോമിയോ ചികിത്സ വഴി സാധിച്ചതായി കാലം തെളിയിച്ചതാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഒരുപക്ഷെ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ മോഡേൺ മെഡിസിൻ്റെ പലപ്പോഴും ഈ രംഗത്തെയൊക്കെ വേണ്ടത്ര രൂപത്തിൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്ന സമീപനം സ്വീകരിക്കാറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും ഏറ്റവും ഫലപ്രദമായി പ്രതിരോധം തീർക്കുകയും രോഗപ്രതിരോധത്തിനാവശ്യമായ രോഗശമനത്തിനാവശ്യമായ ചികിത്സാ സമ്പ്രദായം ഏറ്റവും പ്രാപ്യമായിട്ടുള്ളത് ഹോമിയോ തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് കൂടുതൽ രംഗത്തേക്ക് യോജിപ്പിക്കുന്നതിന്റെ ഭാഗമാണ് സ്ത്രീ പുരുഷ വന്ധ്യതയുടെയും ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളും PCOD അതുപോലെ തൈറോയ്ഡ് അസുഖങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ തുടങ്ങിയിട്ടുള്ള ഈ രംഗത്തെല്ലാം ഗവേഷണങ്ങൾ നടത്തിയും പല രൂപത്തിലുള്ള നിരീക്ഷണങ്ങൾ നടത്തിയും ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഇന്ന് ഹോമിയോ രംഗത്ത് നിന്ന് വിദഗ്ധന്മാർ മുന്നോട്ട് വരുന്നു എന്നത് പ്രതീക്ഷാപരമാണ്. പ്രത്യേകിച്ച് ജപ്പാൻ ജ്വരം എന്ന കാലഘട്ടത്തിലും അതുപോലെ ചിക്കൻ ഗുനിയ എന്ന കാലഘട്ടത്തിലുമൊക്കെ ആധുനിക വൈദ്യശാസ്ത്രം പകച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ ആ രംഗത്ത് ആദ്യമായി ഒരു പ്രതിരോധമായ രംഗത്ത് വന്നത് ഹോമിയോ ആയിരുന്നു എന്ന കാര്യം വിവിധ സന്ദർഭങ്ങളിൽ സൂചിപ്പിക്കുകയും ചെയ്തു. തെള്ളകം ചൈതന്യ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ IHK കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ശ്രീകുമാരി ദിലീപ് അധ്യക്ഷത വഹിച്ചു. മീനച്ചി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് മുഖ്യ അതിഥിയായിരുന്നു. ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളിലും ആസ്മ കേസുകളിലും ഹോമിയോപ്പതിയുടെ സാധ്യതകൾ എന്ന വിഷയത്തിൽ ഡോക്ടർ ജോളി S. ജനാർദ്ദനൻ, ഡോക്ടർ R.S. അജിത് കുമാർ എന്നിവർ ക്ലാസുകൾ നയിച്ചു. IHKയുടെ ഭാഗമായി സംസ്ഥാന തലത്തിൽ നടത്തപ്പെടുന്ന സമഗ്ര സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പുകളിലെ കോട്ടയം ജില്ലയിലെ തീയതി പ്രഖ്യാപനം ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് നിർവഹിച്ചു. സംഘടനാ സെക്രട്ടറി ഡോക്ടർ ജ്യോതിഷ് TK, ട്രഷറർ ഡോക്ടർ വിമൽ ശർമ്മ, ഡോക്ടർ സോമരാജ്, ഡോക്ടർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു.